എൻ്റെ ഈ കയ്യിലിരിക്കണതേ നമ്മുടെ പെട്രോൾ പോളോ 1.2ന്റെ ഫ്യൂൽ ഫിൽറ്റർ ആണ്. പെട്രോൾ ഫിൽറ്റർ ഇരിക്കുന്നത് കേട്ടോ. വണ്ടിയുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ടർ എപ്പോഴും കംപ്ലൈന്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ന ഇഞ്ചക്ടർ ഒന്നുമില്ല, ചിലപ്പോൾ 4 മണിക്ക് ചിലപ്പോൾ 1 മണിക്ക് ഇങ്ങനെ മാറി മാറി കംപ്ലൈന്റ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചക്ടർ കഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കയറ്റി വെക്കി. പക്ഷേ എന്നിട്ട് ക്ലിയർ ആവണില്ല. പിന്നെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇഞ്ചക്ടറിനകത്ത് എപ്പോഴും കരട് എന്ന് വെച്ചാൽ ഈ ചെളി മണ്ണും പൊടിയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് അഴിച്ചു നോക്കിയപ്പോൾ ടാങ്കിൽ അത്യാവശ്യം ഡസ്റ്റും പൊടിയൊക്കെ ടാങ്കിന്റെ അടിയിലുണ്ടായിരുന്നു, പെട്രോൾ ടാങ്കിന്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടാങ്ക് മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഫ്യൂൽ ഫിൽറ്റർ അഴിച്ചു. ഈ ഫിൽറ്റർ അഴിച്ച് നോക്കിയപ്പോൾ ഇത് മാറിയിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. കുറെ കാലങ്ങളായിട്ട് മാറാത്ത ഫിൽറ്റർ ആണെന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിൽറ്റർ അഴിച്ചിങ്ങനെ തട്ടി നോക്കിയപ്പോൾ നമുക്ക് വീട് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വേറെ വണ്ടി കയറ്റി വിട്ടു, വീട് അതിനുശേഷം എടുക്കുന്നതാണ്. ഇങ്ങനെ തട്ടി നോക്കിയപ്പോൾ നിറച്ച് മണ്ണാണ് ഇതിനകത്തുനിന്ന്, നിറച്ച് മണ്ണ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ സാൻഡ്രോയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ നല്ല മണ്ണും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫ്യൂൽ ഫിൽറ്റർ മാറ്റി. ഫ്യൂൽ ഫിൽറ്റർ മാറ്റിയ സമയത്ത് ഇഞ്ചക്ടറിന്റെ കംപ്ലൈൻസ് മാറി. അപ്പോൾ നമുക്ക് ഇത് ബ്ലോക്ക് ആണെങ്കിലും ചിലപ്പോൾ ഫ്യൂൽ പ്രഷർ ലോ എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇഞ്ചക്ടർ കംപ്ലൈൻസും കാണിക്കും, മാറി മാറി കാണിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ടറിന് ഇഞ്ചക്ട് ചെയ്യാനുള്ള പെട്രോൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ വാണിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചക്ടർ വാണിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ വാണിംഗ് കാണിച്ച ഉടനെ തന്നെ നമ്മൾ ഇഞ്ചക്ടറൊക്കെ മാറ്റി കഴിഞ്ഞാൽ വെറുതെ അത്രയും കാശ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം പാർട്സ് മാറാനായിട്ട്. ഇഞ്ചക്ടർ മാറുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്യൂൽ ലൈൻസ്, ഫ്യൂൽ ഫിൽറ്റേഴ്സ്, അതുപോലെ ടാങ്കിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കുക. അതുപോലെ പെട്രോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അങ്ങനെ കുറെ കംപ്ലൈൻസ്, പെട്രോൾ പഴയ പെട്രോൾ ആയതുകൊണ്ട് കത്താതെ മിസ്സിങ് വരുന്ന കംപ്ലൈൻസ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം പാർട്സ് മാറ്റുക കേട്ടോ. എന്ന് വെച്ചാൽ ഇഞ്ചക്ടറൊക്കെ മാറ്റുന്നത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പാർട്സ് മാറ്റുന്നതിന് മുന്നേ എപ്പോഴും അത് എന്തുകൊണ്ടാണ് ആ പാർട്സിന് കംപ്ലൈന്റ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടുന്ന പാർട്സ് പിന്നെ കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് ഈ ഫ്യൂൽ ഫിൽറ്ററും അതുപോലെ ടാങ്കിനകത്തുള്ള ചെളിയും മണ്ണും പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ അത് കണ്ടുപിടിച്ച് സോർട്ട് ഔട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ടർ മാറാനുള്ള വലിയൊരു എമൗണ്ടിൽ നമ്മളത് തടി ഊരിക്കൊണ്ടുപോകുന്നത് കേട്ടോ.